ദുഷ്ട ഇതൊന്നും വർക്ക് ചെയ്യുന്നോണ്ടില്ലേ കളിക്കരുതിട്ടോ. പിള്ളേരില്ലാണ്ട് ഒരു സുഖമില്ല. നിനക്കൊന്നും തോന്നില്ലേ? എടി നീ പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. എടി വെട്ട് കേസേ അവർ അച്ഛൻ അമ്മയുടെ അടുത്തല്ലേ. സോ നോ ഇഷ്യൂസ് ഹിയർ. അല്ലെങ്കിൽ ഈ പ്രസന്റേഷൻ സമയത്ത് അവരുടെ ഇല്ലാത്ത നന്നായി. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ക്ലയന്റ് ഹാൻഡ്ലിംഗ് അല്ലേ. പഞ്ചാര അടിച്ച് നിന്നാ മതിയല്ലോ. എന്റെ തല വർക്ക് ചെയ്താലേ മാമുണ്ണാൻ പറ്റൂ. വന്നു ഇതേതാ പുതിയൊരു ഐറ്റം? ഇവനൊന്നും ജിമ്മിൽ നിന്ന് ഇറങ്ങാറില്ലേ? ഐ സ്വയർ. ഓ നടന്നോളൂ. നടക്ക് നടക്ക്. ഓ അയ്യോ ഓടണ്ട ഓടണ്ട. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? അത്ര അങ്ങോട്ട് ചിരിക്കാനൊന്നും കേട്ടോ. അമ്മേനെക്കാൾ 5 വയസ്സിനുള്ള മിണ്ടാണ്ട് പാടാ. മക്കളെ ചെരുപ്പ് ഇവിടെ ഇവിടെ വന്നോളൂ. ഞാൻ ആ തൊമാപ്പളി കണ്ടുതരാം. വരും. അമ്പലത്തിനകത്ത് കയറുമ്പോഴല്ലേ പറഞ്ഞു കേൾക്കില്ല. ടോണിയെ എന്തുടാ? ഇല്ല ഞാൻ വീട്ടിലില്ല. ഞാൻ അമ്പലത്തിൽ എന്താ? ഏയ് നീ പരിസരത്തുണ്ടാ? അവിടെയല്ലേ? അങ്ങോട്ട് വാ. തിരുമേനിയേ. മേടിച്ചു. താങ്ക് യു അങ്കിൾ. സോറി അങ്കിൾ, എനിക്ക് ബനാന വേണ്ട, എനിക്ക് കിറ്റ്കാറ്റ് മതി. അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ. ദുബായിൽ വന്ന കുട്ടികളാണ്. ഇതൊന്നും അറിയില്ല. വരൂ. അവര് ദുബായിൽ ഇതുവല്ലോ കണ്ടിട്ടുണ്ടോ? സുശീലേ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇതിപ്പോ എന്തുടത്? കടവടയും പാലിന്റെ കാശും കായകളുടെ കാശും എന്നെ തരാം. ഏയ് നീ എന്തൊരു കിടന്ന് കളിക്കുക? ഇത് കായകളുടെ കാശ് മാത്രല്ലേ ഉള്ളൂ. അതെ എന്നാ പാലിന്റെ കാശ് അവിടെ നിൽക്കട്ടെ. പിന്നെ തന്നെ ഊത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഊത്തപ്പം വേണോ പെണ്ണെ? അവളുടെ അപ്പനാരെന്ന് അറിയും നിനക്ക്? നിന്റെ ബോണ്ട് അടിച്ചാൽ ഊത്തപ്പം. ഫേസ്ബുക്കിൽ നോക്കി ആരും തല്ലെയൊന്നുമില്ലോ. എന്നിട്ട് ഞാൻ അവളെ പോക്കി അവളെ മെസ്സേജ് ചെയ്യും. വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വെച്ച് ഞാൻ അവളെ ഫോളോ ചെയ്യും. വേണ്ടി വന്ന് ഞാൻ ക്യാൻഡി ക്രഷ് ഇട്ടിട്ട് അലക്കലക്കും കുട്ടേട്ടാ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് അവളുടെ കുടുംബങ്ങളൊക്കെ നീ. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഷട്ട് ഡൗൺ ചെയ്യാം. നീ വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കില്ലട്ടെ അവളെ. അല്ലാണ്ട് കുട്ടനെ വിളിക്ക്, ഞാൻ പോയിട്ട് വരാം. ശരിക്കും ഷട്ട് ഡൗൺ ചെയ്ത് കാണിക്കൂ. ഓ അപ്പൊ നീ അമ്പലത്തിൽ കയറില്ലേ? ഇല്ല, ഞാനേ നമ്മുടെ ടോണി വന്നിട്ടുണ്ടായിരുന്നു കായ്ക്കളുടെ കാശായിട്ട്. അവര് ഇറങ്ങിയില്ല ഇതുവരെ. ഇതെന്തു ചെയ്യേ? മോന്തിക്കൊരു വോൾട്ടേജ് കുറവ്. പറഞ്ഞു പിടിച്ചു വന്നപ്പോഴേക്കും പിള്ളേര് പോവാറായി. അവരൊക്കെ വന്നപ്പോഴാ ഒരു അനക്കൊക്കെ ഉണ്ടായല്ലേ. ശരിയാ, ഒരാഴ്ച കൂടിയൊക്കെ നിർത്തായിരുന്നു. വിശ്വാസികള് നിനക്കും പറ്റണില്ലല്ലേ? സാരില്ല, ഞാൻ കയ്യോടെ പോയി ആ തോങ്ങപ്പള്ളിയുടെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അയാളുടെ വണ്ടി ആകുമ്പോഴേ നല്ല സൗകര്യണ്ടേ. മറ്റന്നാ കൊടൈക്കനാലിൽ പോകണ്ടല്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി റെഡി ആയിക്കോ. ഞാനെന്തിനാ റെഡി ആവണേ? കുട്ടികളെന്നെ പോണേ. ഒന്ന് പോടാ, അവരെ കൊണ്ടാക്കണം നീയല്ലേ. അമ്മേ ഇത് നടക്കില്ലേട്ടാ. എന്തേ ഉണ്ണിയപ്പം ഉണ്ടാക്കണതാ? അതല്ല, കൊടൈക്കനാലിലേക്കൊന്നല്ല, ഒരു കനാലിലേക്ക് ഞാൻ പോയില്ലേ. ഇതെന്തിരത്? ഞാൻ ഡ്രൈവറാ. ഏടാ കുട്ട, വേറെ ആരുടെ കൂടെയാടാ വിശ്വസിച്ചാ കുട്ടികളെ ഒന്ന് അയക്കുക? എന്നിട്ട് അവക്ക് ഉണ്ടാക്കിയാല് വലിയ ദുബായിക്കാരെ അമ്മയാണ് കുമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? ഒരു ഓണത്തിന് പോലും വിളിക്കില്ലേ. ഇപ്പൊ അവളുടെ ആവശ്യം വന്നപ്പോൾ നമ്മൾ തന്നെ വേണ്ടി വന്നില്ലേ? അതോട് നേരിട്ട് വിളിച്ചോ? ഇല്ലല്ലോ. നീ എന്തൊക്കെയായി പറയണത്? പിന്നല്ലാണ്ട് അവൻ എന്നിട്ട് പറയണേ കുട്ടികളെ കൊണ്ട് കൊടൈക്കനാലിൽ എത്തുമ്പോഴേക്കും അവളവിടെ ഒരു ഇത്ര. എന്നാ പിന്നെ അവൾക്ക് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോക്കൂടെ? എനിക്ക് നാളെ പറമ്പിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവളൊന്ന് കളിച്ചു തരുമോ? പോ. പിന്നെ പഠിച്ച പെണ്ണിപ്പോ നിന്റെ കൂടെ കളിക്കാൻ വരികയല്ലേ? വലിയ പഠിച്ച പെണ്ണാത്രേ. നോക്കിയേ അമ്മ ഇങ്ങോട്ട് നോക്കാൻ. എന്താ? അതെ,
ഒരു സെന്റ് തന്നിട്ടുണ്ട് അവൾ എനിക്ക് ഇതുവരെ. എന്താ ഒരു സെന്റ് തന്നിട്ടുണ്ടാന്ന്. അതിന് നീ സെന്റ് അടിക്കില്ലല്ലോ. സെന്റ് അടിക്കില്ല, എന്നാൽ ആ ജന്തുക്കൾ എന്നെ കൊണ്ട് കൊണ്ടുവിടാൻ വയ്യ. നിന്നെ കൊണ്ട് വയ്യെങ്കിൽ വേണ്ട. വേണ്ട, നീ പോയി അമ്മാവനോട് പറയും. ഞാൻ പറഞ്ഞോണ്ട്. എനിക്ക് കാര്യം പേടിയൊന്നുമില്ല, എനിക്ക് കുറച്ച് നിലമേലൊക്കെ ഉണ്ട്. ചന്ദ്ര എന്തിനു വെച്ച് ചന്ദ്ര സൂര്യനെ കുളിക്കണം? രണ്ടാളും കൂടി കൊടൈക്കനാലേ ഞാൻ ഇപ്പൊ പോട്ടെ എന്ന് ചോദിക്കാം. ഞങ്ങള് ബാങ്കിലെ സ്റ്റാഫെല്ലാം കൂടെ പണ്ട് ഊട്ടിയിൽ പോയപ്പോ വാങ്ങിയതാ. നീ വെച്ചോ. ഇതെന്ത് ഇതുപോലത്തെ ഓർമ്മ വേണമെന്ന് ഇപ്പൊ അമ്മയോട് പറഞ്ഞുള്ളൂ. പാളയം കൂടെ നമ്മുടെ ചേർത്തിനില്ലേ? നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നത് തന്നെ. ചേച്ചി കുട്ടികൾക്ക് കൊടുത്തേക്കണ്ട. ചന്ദ്ര വല്ല കാര്യം ഉണ്ടായിരുന്നു വെറുതെ ഇവിടുന്ന് ദിവസം ഭക്ഷണം കഴിക്കുന്ന എന്നെ അടിച്ചു കൊല്ലണം. മനസ്സിലായിട്ടുണ്ട്. Okay. Thank you. All right. So the cab is ready. Shilpa se. നീ മധുര എയർപോർട്ടിൽ എത്ര മണിക്ക് എത്തും? മോർണിംഗ് ഒരു 4:30. യാ ഓക്കെ, ഈ ടാക്സിക്കാരെ വിളിച്ചാൽ മതി. They'll come and pick you up. ഷോ. എന്നാ പിന്നെ നമ്പർ സേവ് ചെയ്യാം. ഫൈൻ. അങ്ങനെ ആ ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. മധുര എയർപോർട്ടിൽ നിന്ന് കൊടൈക്കനാൽ എത്ര ടൈം എടുക്കും? ഒരു മാക്സിമം 3.5 hours. അപ്പൊ പിന്നെ കറക്റ്റ് ആയില്ലേ? യു വിൽ റീച്ച് ഓൺ ടൈം. പിന്നെ ഞാൻ ആ ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ അഡ്മിഷന് ശേഷം he'll drop you back at the airport. താങ്ക്സ് ഡ്യൂഡ്. No worries. Okay. ഓക്കേ മതി, ലെറ്റ്സ് ഗോ. നീ വാ. ഫൈൻ. അതൊക്കെ ഒരു വ്യക്തി. നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, അമ്മമ്മക്ക് ഡാൻസ് അറിയില്ല. മതിയോ? പിന്നെ ഇങ്ങനെയും ഇങ്ങനെയും. പിടിച്ചോ. പാച്ചു, 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 പാച്ചു മോനെ, മോനെ പാച്ചു. അപ്പൂപ്പൻ ചേട്ടനെ കൊന്നു അമ്മേത് പറഞ്ഞു കൊടുക്കും. പാച്ചു കുറുമ്പാ പറ്റിച്ചേ. അപ്പൂപ്പനെ പറ്റിച്ചേ. നീ കൊള്ളാലോടാ ചക്ക.